ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ ഇഷ്ടവിശേഷങ്ങളായ പവിത്രത്തിൻ്റെ ഒരു അടിപൊളി വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് വിശേഷത്തിലേക്ക് പോകാം. അപ്പോൾ തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് നമ്മുടെ വേദ കയ്യിൽ കുറച്ച് പാത്രം ട്രേ ഒക്കെ ആയിട്ട് എന്തോ ഉണ്ടാക്കിക്കൊണ്ട് വരികയാണ് കേട്ടോ. കൊണ്ടുവന്നു അമ്മയ്ക്ക് കൊണ്ട് കൊടുത്തു, ശ്രീജിക്കും കൊടുക്കുകയാണ്. ആഹാ, ഇതാ ഏട്ടത്തി എന്ന് പറഞ്ഞു. ഇതെന്താ ഇന്ന് പായസമൊക്കെ എന്നിങ്ങനെ ചോദിക്കുകയാണ് ശ്രീജ. എന്താ ഇന്ന് മനസ്സിലാ? വെറുതെ അങ്ങനെ ഇരുന്നപ്പോ ഒന്നും ഉണ്ടാക്കി അല്ല. ശരിക്കും വേദയ്ക്ക് ഇതൊന്നും ഉണ്ടാക്കാൻ അറിയില്ലായിരുന്നല്ലോ. ചൊവ്വേ നേരെ ഒരു കറി പോലും വെക്കാൻ അറിയാത്ത ആളാണല്ലോ താൻ എന്ന് ചോദിച്ചു. അതല്ല അമ്മ എനിക്ക് പറഞ്ഞു തന്നു, അതനുസരിച്ചാ. എന്താണേലും കൊള്ളാം. അപ്പൊ വിക്രം രാവിലെ ഉറക്കമൊക്കെ എണീറ്റ് വരുമ്പോഴത്തേനും എടാ വേഗം ചെന്ന് പല്ല് കഴിച്ച് മുഖം കഴുകി വാ, വേദ പായസം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്ന് ശ്രീജടത്ത് ഇങ്ങനെ പറഞ്ഞു കേട്ടോ. അപ്പൊ വേഗം തന്നെ വിക്രം ഒന്ന് നോക്കിയിട്ട് അങ്ങ് പോയി. അപ്പൊ നന്ദിനി, എന്താ ഇവിടെ ഒരു പായസ വിശേഷം? ഞാനേ വെറുതെ ഇരുന്നപ്പോ ഒരു പായസം അങ്ങ് ഉണ്ടാക്കി, ഇതാ ഏട്ടത്തി ടേസ്റ്റ് ചെയ്ത് നോക്ക് എന്ന് പറഞ്ഞ് നന്ദിനിക്ക് കൊടുത്തു. നന്ദിനി എന്താ എന്നിങ്ങനെ ചോദിച്ചപ്പോ ഒന്നുമില്ല എന്ന് പറഞ്ഞു. കുറ്റം പറഞ്ഞാ കിട്ടും. ഇങ്ങനൊരു പായസം ഉണ്ടാക്കണമെങ്കിൽ ഇവക്ക് എന്തോ ഒന്ന് ആഘോഷിക്കാനുണ്ടെന്നാണല്ലോ അതിനർത്ഥം. എന്താണാവോ അത് എന്നിങ്ങനെ ആലോചിക്കുകയാണ് പുള്ളി. അപ്പൊ വേഗം തന്നെ ദേണ്ട വന്നു അടുത്ത പടയാളി, നമ്മുടെ രാധ. അപ്പൊ രാധ ഇത് കാണുമ്പോ എല്ലായിടത്തും ഈ പോസ്റ്ററാണ്. ഇത് കാണുമ്പോ സഹിക്കാൻ പറ്റണില്ല. അപ്പൊ രാധ കേറി വരുന്നുണ്ട്. ആഹാഹാ, വന്നല്ലോ, കൃത്യസമയത്ത് തന്നെയാണല്ലോ നീ വന്റെ വരവ്. മോളെ വേദേ, ഇത്തിരി പായസം കൂടെ. ഓഹോ, അപ്പൊ അവിടെ മധുരം വിളമ്പി ആഘോഷാണല്ലേ? ആ മകന്റെയും മരുമോളുടെയും ഫോട്ടോ ലോകം മുഴുവൻ കണ്ടതിന്റെ സന്തോഷത്തിലായിരിക്കും അല്ലേ? അപ്പൊ ആർക്കും ഒന്നും മനസ്സിലായില്ല ഇവളെന്താ ഈ പറയണെന്ന്. ഫോട്ടോയോ? ഏത് ഫോട്ടോ? അപ്പൊ എന്തടി കാര്യം എന്ന് ചോദിച്ചു വിക്രം. അയ്യോ പാവം, ഒന്നും അറിഞ്ഞില്ല അല്ലേ? നീ കാര്യം പറ. അതെ, ഇതിന് ഉത്തരം ഞാനല്ല പറയേണ്ടത്, വിക്രമേട്ടനാ. നോക്ക് എന്ന് പറഞ്ഞ് വിക്രത്തിനെ കാണിച്ചു കൊടുത്തു. വിക്രം ഞെട്ടിപ്പോയി കേട്ടോ. തിരിച്ചേ നോക്കട്ടെ എന്ന് പറഞ്ഞോണ്ട് നന്ദിനി. അപ്പൊ എല്ലാവർക്കും എന്താ പറയാ, നമ്മുടെ കമലാമ്മയ്ക്കും അതുപോലെ തന്നെ ശ്രീജിക്കും ഭയങ്കര സന്തോഷമായി. നന്ദിനിയുടെ കണ്ണു തള്ളി. അതെ പീപ്പിൾസ് പാർട്ടിയിലെ നവദമ്പതികളാണത്രേ. പാർട്ടിയുടെ കൂടെ സപ്പോർട്ടൂടെ ആയല്ലോ. നീ കിടന്ന് ചിലക്കാതെ ഇതെങ്ങനെ സംഭവിച്ചെന്ന് എനിക്കറിയില്ല. വിക്രം എന്നോട് നുണ പറയല്ലേ. വിക്രമേട്ടൻ അറിയാതെ എങ്ങനെ ഈ ഫോട്ടോ ഇതിൽ വരുമെന്ന് പറ. എടാ വിക്രം, അപ്പൊ നീ ചെന്ന് ഫോട്ടോയൊക്കെ എടുത്തു അല്ലേടാ? ഏട്ടതി എന്നെ വെറുതെ ദേഷ്യം പിടിപ്പിക്കരുത് കേട്ടോ എന്ന് വിക്രം നന്ദിനിയോട് ചൂടാവുകയാണ്. നന്ദിനി അപ്പൊ നൈസായിട്ട് വേദ ഇങ്ങനെ ഒന്ന് നോക്കി. ഇത് തന്നെയാണോ എന്നുള്ള മട്ടില്ല. അപ്പൊ വേദ ആന്ന് പറഞ്ഞു. അപ്പൊ കവലെ നിറയെ ഫ്ലെക്സും പോസ്റ്ററുകളും ഒക്കെയാ, ചെന്ന് നോക്ക് എന്ന് പറഞ്ഞു. അപ്പൊ വിക്രത്തിനൊന്നും മനസ്സിലായില്ല. അപ്പൊ വേദയെ വീണ്ടും നന്ദിനി ഒന്ന് നോക്കുകയാണ്. ഇവള് കൊള്ളാലോ എന്നുള്ള മട്ടില്ല. പറയരുത് എന്ന് പറഞ്ഞു ഇങ്ങനെ കൈകൊണ്ട്. പറഞ്ഞാൽ തട്ടിക്കളയും എന്നൂടെ കാണിച്ചു കേട്ടോ. അയ്യോ, നന്ദിനി ആകെ പേടിച്ചു. പിന്നെ നന്ദിനിക്ക് മിണ്ടാട്ടമില്ല. ഇതാരോ പറ്റിച്ച പണിയാ. ആരും അല്ല, വിക്രമേട്ടൻ തന്നെയാ. ഈ ആശീർവാദത്തോടെ എന്താണെങ്കിലും എല്ലാവരെയും അറിയിക്കാനുള്ള പരിപാടി. ഞാനല്ല. പോസ്റ്ററിന്റെ ഡിസൈൻ അടിച്ചത് രാജേട്ടനാ. എന്നാ പിന്നെ അയാളോട് വിളിച്ച് ചോദിക്ക്, എന്നിട്ട് മാറ്റി അടിക്കാൻ പറ. മതി, ഇനി അതിന് കിടന്ന് ബഹളം വെക്കണ്ട എന്ന് പറഞ്ഞ അമ്മ. ഏതായാലും മമ്പലത്തിൽ വെച്ച് 4 പേരറിഞ്ഞ് താലി കിട്ടിയതല്ലേ, അതിനെങ്കിലും ഇനി ആ പോസ്റ്ററിന്റെ അല്ലെങ്കിൽ ഇത് കണ്ടുകൊണ്ട് പ്രത്യേകിച്ചൊന്നും ഉണ്ടാകാൻ പോകുന്നില്ലല്ലോ. നോക്കിക്കോ, ഇതിനുള്ളത് ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞ് ആ പോസ്റ്ററും വലിച്ചെറിഞ്ഞ് രാധ കരഞ്ഞുകൊണ്ട് ഇറങ്ങി പോവാണ്. അപ്പം ഇവരെല്ലാവരും ഇങ്ങനെ നോക്കി നിൽക്കുക. അതങ്ങനെ ഒരു സാധു, എന്റെ ദൈവമേ എന്തൊരു വിധിയാ എന്നിങ്ങനെ ഓർത്ത് കമലാമ്മ ഒന്നും മിണ്ടിയില്ല. നേരെ അകത്തേക്ക് കയറി പോവാണ്, ഒന്നും മനസ്സിലാവാതെ. അതെ, എന്താ ശരിക്കും പറഞ്ഞാല് അല്ല ഇത് ഇനിയിപ്പൊ എന്താടാ ചെയ്യുക എന്ന് ചോദിച്ചു. എല്ലാം അറിഞ്ഞിരിക്കുന്നത് നല്ലതാ അല്ലേ വേദേ? അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും ഏട്ടത്തിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ, അതൊക്കെ അവര് നോക്കിക്കോളും എന്ന് പറഞ്ഞു വേദ. അപ്പൊ വിക്രം ഇങ്ങനെ നിൽക്കണം. ഇതെങ്ങനെ സംഭവിച്ചു എന്ന് ഒരു പിടുത്തവും ഇല്ല വിക്രത്തിന്. ഇപ്പൊ വിക്രം ആകെ ടെൻഷൻ അടിച്ചിട്ട് നേരെ രാജേട്ടന്റെ ഫോണിലേക്ക് വിളിക്കുകയാണ്. അറിയണമല്ലോ ഇതെങ്ങനെ സംഭവിച്ചു എന്ന്. അപ്പൊ രാജേട്ടൻ ഫോൺ എടുത്തിട്ട് ആഹാ എങ്ങനെയാടാ എന്താ എന്ന് ചോദിച്ചോ. നീ ഇത് എവിടെയാ വിക്രം? നേരെ എത്രയാന്നാ വിചാരം? ആരാടോ ഈ പോസ്റ്റർ ഡിസൈൻ ചെയ്തത്? എന്തു ചോദ്യം? കറപ്ഷന് വേണ്ടി അയച്ചു തന്നപ്പോ നീ തന്നെയല്ലേ വേദയുടെ ഫോട്ടോ വെച്ച് തിരിച്ചയച്ചു തന്നത്? സംഗതി എന്തായാലും കളറായി. എന്താണെങ്കിലും നിനക്ക് കാശ് തന്ന വിലക്കെടുക്കാൻ നോക്കിയതിന് നീ ഇങ്ങനെ മുട്ടം പണി കൊടുക്കുമെന്ന് ജഡ്ജിയമാനും മക്കളും സ്വപ്നത്തിൽ പോലും വിചാരിച്ചു കാണില്ല.
നീ എപ്പോഴാണ് വരുന്നത് എന്ന് ചോദിച്ചു. അപ്പോഴേക്കും വിക്രം കാര്യം മനസ്സിലായി, ഫോൺ കട്ട് ചെയ്തു. അപ്പൊ എന്തോ തിരുമറി നടന്നിട്ടുണ്ടെന്ന് മനസ്സിലായി. അപ്പോഴാണ് വിക്രം ഫോൺ എടുത്ത് നോക്കുമ്പോഴാണ് ദേ കിടക്കുന്നു അതിനകത്ത് ഈ വേദയുടെ ഒക്കെ പടം വെച്ചിട്ടുള്ള ആ ഫോട്ടോ. അപ്പൊ എന്താണെങ്കിലും വേദ അറിയാതെ ഇതിങ്ങനെ പോവില്ല എന്ന് മനസ്സിലായി. അപ്പൊ വേദയുടെ അടുത്തേക്ക് വിക്രം അങ്ങോട്ടേക്ക് ചെല്ലുക. അതെ എടി, ശരിക്കും എടി വേദാളവേ എന്ന് വിളിച്ചു. എന്നെയാണോ? അയ്യോ എന്നെയാന്ന് എനിക്ക് മനസ്സിലായില്ല. ഞാനാണോ വേതാളം? നീ അല്ലാതെ പിന്നെ ഇവിടെ ആരാടി വേതാളം? വിക്രമാദിത്യ, ശരി പറഞ്ഞാട്ടെ, എന്ത് വേണം? നീയാണോ ആ പോസ്റ്റർ ഡിസൈൻ ചെയ്ത് അയച്ചത് എന്ന് ചോദിച്ചു. ആഹാ, ചോദിച്ചത് നിന്നോട് കേട്ടില്ലേ? അതെ, ഇനിയും ആ കാര്യത്തിൽ യാതൊരു സംശയമില്ല. സംശയം വേണ്ടെന്നേ. അതെ, ശരിക്കും ജനങ്ങൾക്ക് പട്ടയ വിതരണം ചെയ്യുന്ന ജനങ്ങൾക്ക് പങ്കെടുക്കുന്ന ആ ഒരു നല്ല വേദിയിൽ ഭർത്താവ് പങ്കെടുക്കുമ്പോൾ ഭാര്യയും പങ്കെടുക്കുന്നതിൽ തെറ്റുണ്ടോ? പക്ഷെ നിങ്ങളുടെ ആൾക്കാരുണ്ടല്ലോ എന്നെ പാർട്ടിക്കാരായി. അയ്യോ, ഞാനേ ആ പാർട്ടിയിലെ നവദമ്പതികളിൽ നിന്നും ഞാൻ എഴുതിയതല്ല. നിന്നെ ഞാൻ എന്ന് പറഞ്ഞ് അവളെ അടിക്കാൻ കൈയോങ്ങി. ഒന്നും നോക്കിയില്ല, വേദ അങ്ങ് കുനിഞ്ഞു കൊടുത്തു. ആളുടെ കൈ നേരെ ചെന്ന് പിത്തിക്കിട്ട ഇടിച്ചത്. എടി, നിന്നെ ഞാൻ ശരിയാക്കി തരാടി, നിന്നെ ഞാൻ അനുഭവിക്കും, നിന്നെ ഞാൻ കാണിച്ചു തരാടി എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങി അങ്ങ് പോവാണ് വിക്രം. അപ്പൊ നന്ദിനി അങ്ങോട്ടേക്ക് വന്നിട്ട്, അപ്പൊ ശരി, ആഘോഷിക്കാൻ വേണ്ടിയിട്ടല്ലേ പായസം വെച്ചത്? അതെ ഏട്ടത്തിയെ, ഞാൻ ഇനി കുറെ പായസം ഞാൻ കുടിപ്പിക്കും, നോക്കിക്കോ എന്ന് പറഞ്ഞിട്ട് വേദ അകത്തേക്ക് കയറി പോവാണ്. അപ്പൊ നമ്മുടെ നന്ദിനിക്കാണെങ്കിൽ ഒരു സമാധാനവും ഇല്ല, ഈ വേതാളത്തിലെ പുറത്താക്കണം. അപ്പൊ വിക്രം അവിടെ ചെന്നിരുന്നിട്ട് ഒരു സമാധാനം കിട്ടുന്നില്ല. ആകെ നാണക്കേടുവായി. അപ്പോഴാണ് നമ്മുടെ ശ്രീനിവാസ സാറ് വിക്രത്തിന്റെ ഫോണിലേക്ക് വിളിക്കുന്നത്. എന്താടോ വിക്രം എന്നിങ്ങനെ ചോദിക്കാണ്. ആ എന്താടോ, തന്റെയും തന്റെ ഭാര്യയുടെയും കളർപ്പടങ്ങൾ മൊത്തമാണല്ലോടോ. അയ്യോ സാർ, അത് ഞാൻ കണ്ടു എന്ന് പറഞ്ഞു. ഫ്ലക്സും പോസ്റ്റേഴ്സും ഒക്കെ ധാരാളം ഉണ്ടല്ലോ. സാർ, ഞാനിത് അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല, ആ വേതാളം കാണിച്ച പണിയാ. വേതാളോ? അതാരാടോ എന്ന് ചോദിച്ചു. അത് അവള് തന്നെയാ, ആ എന്റെ വേദ, ജസ്റ്റിസ് ശങ്കർ നാരായണ, എന്റെ ഭാര്യ അല്ല മോള്. മാറിപ്പോയതാ എന്ന് പറഞ്ഞു. ഓഹോ, എടോ തന്റെ ഭാര്യ എന്നങ്ങ് പറഞ്ഞാ പോരെ, അപ്പൊ പ്രശ്നമില്ലല്ലോ എന്ന് ചോദിക്കുകയാണ്. പിന്നെ ഞാൻ എത്രയും വേഗം തന്നെ ആ ഫ്ലെക്സും പോസ്റ്റേഴ്സും ഒക്കെ മാറ്റിക്കോളാം സർ എന്ന് പറഞ്ഞു. എന്തിനു വേണ്ടി? അതൊക്കെ അതാത് സ്ഥാനത്ത് തന്നെ നിന്നോട്ടെ. ഞാനിപ്പോ വിളിച്ചത് വേറൊരു കാര്യം പറയാനാ സർ. തിങ്കളാഴ്ച ഫംഗ്ഷന് അവളും ഉണ്ടാവണം സർ. അത് വേണം വിക്രം, അവളുമായിട്ട് വേണം നീ പരിപാടിക്ക് വരാനായിട്ട്. ശരി സർ, ഞാനൊരു കാര്യം തീരുമാനിച്ചാൽ അതിന്റെ ഉദ്ദേശം ഉണ്ടാവുമെന്ന് നിനക്കറിയാലോ. ശരി എന്ന് പറഞ്ഞ് ശ്രീനിവാസ സാർ വെച്ചു. അയ്യോ, അതിലും കുടുങ്ങി നമ്മുടെ വിക്രം. ഇനി വേതാളമായിട്ട് വേണമല്ലോ പാർട്ടി ഫംഗ്ഷന് പങ്കെടുക്കാനായിട്ട്. ഇനി എങ്ങനെ അതിനെ ഒന്ന് പറഞ്ഞ് സമ്മതിപ്പിക്കും എന്നതാണ് അടുത്തത്തെ ഒരു ടാർഗറ്റ്. വേദനയാണ്. അപ്പൊ വേദ അടുക്കളയില് കിച്ചണിൽ എന്തൊക്കെയോ ഫുഡ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്, ഫോണിലൊക്കെ നോക്കിയിട്ടാണ്. അപ്പൊ അതേണ്ട നന്ദിനി ഒന്ന് വന്നു, നോക്കിയിട്ട് ഇങ്ങനെ വന്നു. അപ്പുറത്ത് മാറിയിരുന്ന് കമല ഷർട്ടിന്റെ ബട്ടൺ തയ്ക്കുന്നുണ്ട്. ഞാൻ തുന്നാമേ? വേണ്ട മോളെ, ഞാൻ ചെയ്തോളാം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അമ്മയ്ക്ക് എന്നോടൊന്ന് പറഞ്ഞാൽ പോരെ എന്ന് ചോദിച്ചു. അവൾ എന്താ അമ്മ അവിടെ ഉണ്ടാക്കുന്നത്? അത് അവക്കുള്ള ഭക്ഷണമായിരിക്കും ഉണ്ടായിരിക്കുന്നത് എന്ന് പറഞ്ഞു. ഓഹോ, അങ്ങനെയല്ലേ. ഇവിടെ നിന്ന് ഭക്ഷണം കഴിച്ചോളാൻ അച്ഛൻ നേരിട്ട് പറയട്ടെ എന്നാ അവള് പറയണത്. എങ്കിൽ അവൾ എല്ലാ കാലത്തും ഫോൺ നോക്കി ഉണ്ടാക്കുകയേ ഉള്ളൂ എന്ന് പറഞ്ഞു. അല്ല, അച്ഛൻ സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറഞ്ഞു. ആര് പറഞ്ഞു? അച്ഛൻ സമ്മതിക്കും. ആ മനസ്സിൽ അവളോട് ഒരു സ്നേഹക്കുറവില്ല, അതെനിക്ക് നന്നായി അറിയാം എന്ന് പറഞ്ഞു. പിന്നെ അവളോടുള്ള ഇഷ്ടക്കൂടുതൽ കൊണ്ടാ അച്ഛൻ അങ്ങനെ പെരുമാറുന്നത്. അത് ശരി. അപ്പൊ എല്ലാവരോടും സ്നേഹിച്ച് നിന്നെ ഇവിടെ സ്ഥിരമാക്കുന്നതിന് മുൻപ് എത്രയും വേഗം നിന്നെ ഞാൻ പുറത്താക്കണം അല്ലേ? ശരിയാക്കി തരാം. എന്തായാലും അതിനുള്ള വഴി ഞാൻ നോക്കുന്നുണ്ട്. ഇനി നീ അടുക്കളയെ പായസം വെച്ച് ആഘോഷിക്കില്ല മോളെ. അപ്പൊ നന്ദിനി ഇങ്ങനെ കണക്കൂട്ടി നിൽക്കുക. എന്താ നന്ദിനി, നീ എന്താ അവളെ തന്നെ അടുക്കളയിലേക്ക് നോക്കിയിരിക്കുന്നത് എന്ന് ചോദിച്ചു. ഒന്നുമില്ലമ്മേ, വെറുതെ നോക്കിയതാ എന്ന് പറഞ്ഞു. എന്നാ തുന്നൽ നടക്കട്ടെ, അച്ഛൻ നാളെ ഇടാനുള്ള ഷർട്ടാ, ഒരു ബട്ടനോട് വെക്കാനുണ്ട് എന്ന് പറഞ്ഞ് അവിടെ കൊടുത്തു. ഇപ്പൊ ശരിയാക്കി തരാം എന്ന് പറഞ്ഞു. നന്ദിനി അതിങ്ങനെ പറ്റിയതുകൊണ്ട് നിൽക്കണം. എന്നിട്ട് പിന്നെയും ഏതെങ്കിലും നോക്കിക്കോ, അവൾ എങ്ങനെ പുറത്താക്കും എന്ന അടുത്ത ചിന്ത. ഇന്ന് രാവിലെ മുതൽ അവള് ഭയങ്കര സന്തോഷത്തിലാ. രാത്രി അവള് കിടക്കുമ്പോ അത്ര അവളൊന്ന് സന്തോഷിക്കണ്ട. അതിനുള്ള വഴി എന്താന്ന് എനിക്കറിയാം. കാണിച്ചു തരാം. അപ്പോഴേക്ക് കയ്യിൽ സൂചി കയറി. വല്ല കാര്യം ഉണ്ടായിരുന്നു ഈ പണി ചെയ്യേണ്ടത്. ഇത് സമയത്താണോ നശിച്ച പണി ചെയ്യാൻ തോന്നിയത്?
പിന്നെ നമ്മൾ കാണുന്നത് നമ്മുടെ ശങ്കർ നാരായണന്റെ വീട്ടിലാണ്, വേദയുടെ വീട്ടില്. അപ്പൊ ശങ്കർ നാരായണനും ശ്രീകാന്തും വർഷയും ദീപ്തിയും ഒക്കെ ഇരുന്ന് ഫുഡ് കഴിക്കാൻ നിൽക്കുവാണ്. മുത്തശ്ശി കഴിച്ചോ അമ്മേന്ന് ദീപ്തി ചോദിച്ചപ്പോ നേരത്തെ കഴിച്ചു. അല്ല, നാളെ അച്ഛന്റെ പിറന്നാളല്ലേ? അയ്യോ, ഞാനത് മറന്നു. അമ്മ എന്താ ഓർക്കാത്തത്? ഓർക്കാതിരുന്നല്ല, രാവിലെ അമ്പലത്തിൽ പോയി വഴിപാട് കഴിക്കണമെന്ന് ഞാനും അമ്മയും തീരുമാനിച്ചിട്ടുണ്ട്. അത് മാത്രം മതിയോ എന്ന് ചോദിച്ചു. അത് മതി ദീപ്തി, അതാ നല്ലത്. അപ്പൊ എല്ലാവരും ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ശങ്കർ നാരായണൻ ഇങ്ങനെ മിണ്ടുന്നില്ല. ഈ വീട്ടിലെ എല്ലാവരുടെയും ബർത്ത്ഡേയും പിറന്നാളും ഒക്കെ കൃത്യമായി ഓർത്തു വെച്ചിരുന്നത് വേദയായിരുന്നു. ശരിയാ, കൊല്ലം ചേച്ചിയായിരുന്നു എല്ലാത്തിനും മുൻപില്. ഈ കൊല്ലം എല്ലാം നികത്തണം. പെരുന്നാളാഘോഷം മാത്രമാക്കണ്ട, ഈ കുടുംബത്തെ തേച്ചിട്ട് പോയതിന്റെ ആഘോഷം കൂടി ആക്കാം. എന്താ, മതിയോ എന്ന് ചോദിച്ചു. അപ്പൊ ആകെ ഇതായി പോയി. അല്ലച്ച, ഞാൻ അത് ഉദ്ദേശിച്ചല്ല പറഞ്ഞത് എന്ന് വേഗം പറഞ്ഞു ദീപ്തി. മനസ്സിലായി, ഇനി ആരും ഒന്നും ഉദ്ദേശിക്കണ്ട. ഈ വീട്ടിൽ ഇനി ഒരാഘോഷവും നടക്കാൻ പോണില്ല എന്ന് പറഞ്ഞ് എഴുന്നേറ്റു. കഴിച്ചിട്ട് പോ എന്ന് പത്മം പറഞ്ഞെങ്കിലും ശ്രദ്ധിക്കാൻ പോലും കൂട്ടാക്കാതെ നേരെ ആളെ അകത്തേക്ക് കയറി പോവാണ്. പക്ഷെ പറയാണ്, വേദയുടെ കാര്യം പറയണ്ടായിരുന്നു, അതാ ദേഷ്യം വന്നത്. അത് ദേഷ്യമല്ല, അത് സങ്കടമാണ്. വേദയില്ലാതെ അച്ഛൻ പിറന്നാൾ ആഘോഷിക്കില്ല എന്ന് എനിക്ക് മുത്തശ്ശിക്ക് നന്നായി അറിയാം. അതുകൊണ്ടാ ഞാൻ വേണ്ട എന്ന് പറഞ്ഞത്. അച്ഛന് വിഷമായി പോയെങ്കിൽ ഞാൻ ചെന്ന് വിളിച്ചിട്ട് വന്നാലോ? നീ ഇന്നായിട്ടാണോ അച്ഛനെ കാണാൻ തുടങ്ങിയത്? ഇനി വരുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഒരു കാര്യവുമില്ല. നോക്കിക്കോ, നേരെ ചെല്ലുന്നത് ഇന്ന് പതിവ് പോലെ ചെന്ന് കുറച്ചു നേരം മുത്തശ്ശിയുടെ മടിയിൽ തല വച്ച് കിടന്നുറങ്ങും. അതാ ഇപ്പൊ സംഭവിക്കാൻ പോണത് എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ദേണ്ട മുത്തശ്ശിയുടെ മടിയിൽ ചെന്ന് ശങ്കർ നാരായണൻ തല വെച്ച് കിടന്ന് ഇങ്ങനെ കിടക്കാണ് കേട്ടോ. ആൾക്ക് ഒരു സമാധാനവുമില്ല. ഉള്ളിലുള്ള സങ്കടം എന്താ ഒരിക്കലും എന്നോടോ മറ്റുള്ളവരോടോ പങ്കുവയ്ക്കാറില്ല. അങ്ങനെ കിടക്കുമ്പോ അമ്മയ്ക്കറിയാം നിങ്ങളുടെ അച്ഛന്റെ മനസ്സ് എത്ര മാത്രം വേകുന്നുണ്ടെന്ന്. എന്തൊക്കെ ബഹളം വെച്ചാലും ചീത്ത പറഞ്ഞാലും അവസാനം അച്ഛനാശ്വാസം ആ മടിത്തട്ട് മാത്രമേ ഉള്ളൂ എന്ന് പറയുമായിരുന്നു എന്ന് പറഞ്ഞു. അപ്പം എല്ലാവരും ഇങ്ങനെ സെന്റിമെന്റലായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അമ്മയ്ക്കും അതറിയാം. പക്ഷെ ആ അധികാരം അമ്മ ഒരിക്കലും എന്നോട് കാണിച്ചിട്ടില്ല. ഇത്രയും കാലം ഈ വീട്ടിലൊരു വഴക്കില്ലാതെ പോയത് ആ ഒരു തിരിച്ചറിവ് കാരണം മാത്ര എന്ന് പറഞ്ഞു. പിന്നെ വേദയുടെ കാര്യത്തിലും അച്ഛൻ അത് തന്നെയാ ടെൻഷൻ. അങ്ങനൊരു കുടുംബം മക്കൾക്ക് വേണമെന്ന് അച്ഛൻ ആഗ്രഹിച്ചു എന്നുള്ളത് സത്യം. ചെന്ന് കയറി വീട്ടില് വേദം ആ സ്വാതന്ത്ര്യവും സന്തോഷവും ഒക്കെ എന്താ പറയാ അനുഭവിക്കുന്നുണ്ടോ എന്നുള്ള സങ്കടവാ, അല്ലെങ്കിൽ അത് ആ ഒരു ആദിയാ. അതുകൊണ്ട് അച്ഛനാ സംഭവിക്കുന്നത് എന്നിങ്ങനെ പറയാണ് കേട്ടോ. അപ്പൊ എല്ലാവരും ഇങ്ങനെ വിഷമിച്ചിങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ സ്ത്രീക്കും വിഷമായി കേട്ടോ. അച്ഛൻ ആ എഴുന്നേറ്റ് പോയി കഴിഞ്ഞപ്പോഴത്തേനും അപ്പൊ കുറേ നേരം ഇങ്ങനെ ശങ്കർ നാരായണൻ പോയി കിടന്നു. പിന്നെ സ്ത്രീ ഫുഡൊക്കെ കഴിച്ച ശേഷം സ്ത്രീ അങ്ങ് മാറി നിൽക്കുകയാണ്. അപ്പൊ വർഷയും അങ്ങോട്ടേക്ക് ചെല്ലുകയാണ് കേട്ടോ. വർഷ അങ്ങോട്ടേക്ക് ചെന്നിട്ട് എന്ത് പറ്റി അച്ഛന്? വളരെ പെട്ടെന്ന് അച്ഛന് ഇമോഷണൽ ആയല്ലോ. അമ്മ പറഞ്ഞത് താനും കേട്ടതല്ലേ. അച്ഛൻ പുറയെ റഫ് ആൻഡ് ടഫാന്ന് ഭാവിക്കുന്നത് മാത്രമേ ഉള്ളൂ. മനസ്സിൽ ശരിക്കും മറ്റൊരാളാ, പാവാ. തുറന്ന് സംസാരിച്ചാ പൊട്ടിപ്പോവും എന്നുള്ളത് കൊണ്ടാണ് ഇങ്ങനെ പെരുമാറുന്നത്. എന്നാ പിന്നെ ഡൈനിങ് ടേബിളിൽ വെച്ച് ഇങ്ങനൊരു സംസാരം ഒഴിവാക്കണമായിരുന്നു. അതല്ലേ വേണ്ടിയിരുന്നത്? അച്ഛനിങ്ങനെ എഴുന്നേറ്റ് പോവാൻ മാത്രം ദീപ്തി ഒന്നും പറഞ്ഞില്ലല്ലോ. എല്ലാ കൊല്ലത്തെയും പോലെ ഇത്തവണയും അച്ഛന്റെ പിറന്നാൾ ആഘോഷിക്കണം എന്നല്ലേ അവൾ ആവശ്യപ്പെട്ടുള്ളൂ. അത് തനിക്ക് മനസ്സിലാവാത്തത് കൊണ്ടാ. പിറന്നാളിന് എല്ലാ കൊല്ലവും ചുക്കാൻ പിടിക്കുന്നത് വേദയാണ്. എവിടെയായാലും അവള് പിറന്നാളിന് പറന്നെത്തും. ഒരു പരീക്ഷക്കാലത്ത് അച്ഛൻ വരണ്ടെന്ന് തറപ്പിച്ച് പറഞ്ഞതാ. പക്ഷെ പാതിരാത്രി കോളിംഗ് ബെല്ല് കേട്ട് തുറക്കുമ്പോ മെഴുകുതിരി കത്തിച്ചൊരു കേക്കുമായിട്ട് അവള് പുറത്ത് റെഡി. അതാ അച്ഛന്റെ മനസ്സില്. അതൊക്കെ തന്നെ ആയിരിക്കുന്നേ. പെട്ടെന്ന് തന്നെ ഒരു പക്ഷേ അച്ഛൻ പെട്ടെന്ന് അതൊക്കെ ഓർത്ത് കാണുമായിരിക്കും. അതായിരിക്കും അച്ഛനും അവളും തമ്മിൽ ഒരു ബോണ്ടിങ് ഉണ്ടായിരുന്നു. അച്ഛന്റെ സങ്കടത്തിന് കാരണം അത് തന്നെ ആവാം. എന്നിട്ട് ആ അച്ഛനെ ധിക്കരിച്ചിട്ടാണല്ലോ അവൾ ഒരു പരിചയമില്ലാത്ത ഒരാളുടെ വീട്ടിലേക്ക് കയറി വന്നത്. അച്ഛനോട് സ്നേഹമുണ്ടെന്ന് കരുതി വിശ്വാസം അതില്ലാതാവില്ലല്ലോ. അവൾ എന്ത് ചെയ്താലും അതിന് പിന്നെ ഒരു ന്യായീകരണം ഉണ്ടാവും. അതെ, അവൾ ഉണ്ടായിരുന്ന കാലത്ത് ഇവിടെ എന്തിനും ഏതും വേദയായിരുന്നു മുഖ്യം. അവൾ പോയി കഴിഞ്ഞിട്ടും ആ ഒരു കാര്യത്തിൽ മാറ്റമില്ലല്ലോ ശ്രീ. എന്താ അതിൽ നിനക്ക് ടെൻഷൻ ഉണ്ടോ? അല്ല, അതെന്താ നീ അങ്ങനെ ഒരു കുത്തുവാക്ക് പറഞ്ഞത് എന്ന് ചോദിച്ചു. അവൾ ഇങ്ങോട്ട് വരരുതെന്നായിരുന്നെങ്കിൽ അവളെ തിരിച്ചു കൊണ്ടുവരാനായി ഞാൻ ഇത്രയ്ക്ക് കഷ്ടപ്പെടുവായിരുന്നോ? അവള് കാരണം എന്താ പറയാ മാനം കെട്ടത് എന്റെ കുടുംബം കൂടിയല്ലേ. എന്നിട്ട് ശ്രീ എന്താ അതോർക്കാത്തത് എന്ന് ചോദിച്ചോ. എന്തായാലും നമ്മൾ പ്ലാൻ ചെയ്തതുപോലെ കാര്യങ്ങളൊക്കെ നടക്കട്ടെ. അങ്ങനെയാണെങ്കിൽ അവളെ ആ വീട്ടിൽ നിന്ന് പുറത്താക്കാനുള്ള കാര്യങ്ങൾ നന്ദിനി ചെയ്തോളും.
അതുകൊണ്ട് നിങ്ങൾ എന്താണേലും സമാധാനമായിട്ടിരിക്കുക എന്ന് പറഞ്ഞു. എന്നിട്ട് ശ്രീകാന്ത് ഇവളുടെ എന്തോ ഒരു ദുരുദ്ദേശം തോന്നി കേട്ടോ ശ്രീകാന്തിനോ. ഒന്ന് തിരിഞ്ഞു നോക്കിയിട്ട് അങ്ങ് കയറിപ്പോവാണ്. അപ്പൊ വേദ ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചു. അപ്പൊ കഴിച്ചു വെച്ച ശേഷം എന്താ എല്ലാം അടച്ചു വെച്ചേക്കുവാണ്. അപ്പം ശ്രീജി അങ്ങോട്ടേക്ക് വന്നിട്ട്, അതെ ഫുഡൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞോ? ആ ഉണ്ടാക്കി കഴിഞ്ഞു ഏട്ടത്തി. അതെ, എന്നും ഇങ്ങനെ തനിയെ ഫുഡ് ഉണ്ടാക്കണമെന്നില്ല, വല്ലപ്പോഴും ഒക്കെ ഞങ്ങളുടെ കൂടെ കഴിക്കാന്നേ, അച്ഛനില്ലാത്തപ്പോ. എന്നും നിങ്ങളുടെ കൂടെ തന്നെ ഇരുന്ന് ഫുഡ് കഴിക്കണം എന്ന് തന്നെയാ എൻ്റെ ആഗ്രഹം. പക്ഷേ അതിന് മനസ്സ് തുറന്നുള്ള ഒരു സമ്മതം അത് വേണം ചേട്ടത്തി. ഈ വീട്ടിലത് തരേണ്ടത് അച്ഛനല്ലേ? അതിന് കാത്തിരിക്കുന്നു മാത്രമേ ഉള്ളൂ. അച്ഛൻ ഈ അകലം കാണിക്കുന്നത് വേദയോടുള്ള ദേഷ്യം കൊണ്ടൊന്നുമല്ല, അതെനിക്കറിയാം. ഇനി ഒരിക്കലും തിരിച്ചു വരാൻ പറ്റാത്ത രീതിയിൽ വിക്രം നശിച്ചു പോയി എന്ന അച്ഛൻ്റെ ഒരു വിചാരം. ജീവിതത്തിലേക്ക് വന്നു കയറിയ എനിക്കും ആ വിധി വരുമെന്നാ പേടി. അതാണ് എല്ലാം കാര്യം. അതങ്ങനെ അല്ലാന്ന് ഞാൻ തെളിയിക്കൂ ഏട്ടത്തി. അപ്പൊ നന്ദിനി ഇത് കേട്ട അപ്പുറത്ത് നിപ്പുണ്ട് കേട്ടോ ഒളിഞ്ഞ്. അതെ, ശരിക്കും വെറുത്ത് കുട്ടിശങ്കരനോട് ഇഷ്ടം തോന്നിയെന്ന് പറയുന്ന പോലല്ലേ വെറുപ്പ്? അത് നേരത്തെ ഉണ്ടായിരുന്നു. ഇഷ്ടവും സ്നേഹവും അത് തുടങ്ങാൻ സമയമായിട്ടില്ല ഏട്ടത്തി എന്ന് പറഞ്ഞു. അപ്പൊ എന്താണെങ്കിലും ഞാൻ കാരണം ആർക്കും ഒന്നും സംഭവിക്കരുത് എന്ന് മാത്രമേ എനിക്ക് ആദ്യം ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ ഞാൻ കൂടി കാരണം ഒരാൾ മെച്ചപ്പെട്ടാൽ അത് നല്ലതല്ലേ എന്നൊരു തോന്നൽ മാത്രമേ എനിക്കുള്ളൂ എന്ന് പറഞ്ഞു. അത്രമാത്രം. അതിനപ്പുറം ഒന്നും ഈ ജീവിതത്തിൽ നിന്ന് ഞാനൊന്നും പ്രതീക്ഷിക്കുന്നില്ല എന്ന് പറഞ്ഞു. കുട്ടി എന്തായി പറഞ്ഞു വരുന്നത്? എല്ലാ കാലത്തും ഈ വീടിന്റെ അകത്ത് ഒരു അന്യെ പോലെ നിൽക്കണം എന്നാണോ എന്ന് ചോദിച്ചു. അപ്പൊ വേദ ഇങ്ങനെ നോക്കി ചിരിച്ചിട്ട്, ഞാനൊന്ന് മേല് കഴിയട്ടെ. ആൾക്ക് പെട്ടെന്ന് സങ്കടം വന്നു കേട്ടോ. ആള് വേഗം തന്നെ അകത്തേക്ക് പോവാണ്. അപ്പൊ നന്ദിനി, ഓഹോ അവള് ഫുഡ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ, ഓടിച്ചെന്ന് അത് നോക്കുകയാണ് തുറന്ന്. അപ്പൊ കഞ്ഞിയും പയറും ഉള്ളിയും ചെറുള്ളിയും ഒക്കെ ചേർത്ത് ഒന്നിച്ച് വേവിച്ച് വെച്ചിരിക്കുക, സമീകൃത ആഹാരം. അങ്ങനെ ഇപ്പൊ കഴിക്കണ്ട, ശരിയാക്കി തരാം എന്ന് പറഞ്ഞു. വേഗം തന്നെ ഇവള് ഇത് ഗ്യാസിനകത്ത് എടുത്തു വെച്ചിട്ട് നേരെ കൊണ്ടുപോയി അവളുടെ കുളിക്കാൻ കയറിയ സമയത്ത് കൊണ്ടുപോയി ഒഴിച്ചു കളഞ്ഞ ആ പാത്രവും കഴുകി നന്ദിനി അകത്ത് വരുക. ഇനി ഇതിനെ പറ്റിയുള്ള സംസാരത്തിൽ പിടിച്ചു കയറാം. ഇന്ന് ഇവിടുന്ന് ഇറങ്ങണോ വേണ്ടോ എന്ന് രണ്ടിലൊരു തീരുമാനം എന്താണേലും അവളെ കൊണ്ട് ഞാൻ എടുപ്പിക്കുന്നതായിരിക്കും എന്ന് പറഞ്ഞ് നന്ദനെ ആ പാത്രമായിട്ട് ഇങ്ങനെ അകത്തേക്ക് പോയി. എന്നിട്ട് സ്റ്റൗവിൽ തന്നെ വെച്ചു. അപ്പൊ രാത്രി ഫുഡ് കഴിക്കാറായി. അപ്പം ഇങ്ങനെ വേദ ഇരിക്കുകയാണ്. അപ്പൊ ഓരോന്നിങ്ങനെ ആലോചിച്ചിരുന്നപ്പോ ശ്രീജ അങ്ങോട്ടേക്ക് വന്നു. വേദ, നീ എന്താ ഫുഡ് കഴിക്കുന്നില്ലേ എന്ന് ചോദിച്ചു. അല്ല, അച്ഛൻ കഴിച്ചു കഴിഞ്ഞ് പോട്ടെ എന്ന് അതുകൊണ്ടാണ് ഇവിടെ ഇരുന്നത്. അച്ഛന്റെ കൂടെ ജോലി ചെയ്തിരുന്ന ഒരാളുടെ മകളുടെ കല്യാണമാണ്. അമ്മയും അച്ഛനും കൂടി അവരുടെ വീട്ടിലേക്ക് പോയതാ. വൈകിയേ വരുള്ളൂ. വേദ കഴിച്ചിട്ട് കിടന്നോളൂ. ശ്രീജേച്ചി കഴിച്ചോ എന്നിങ്ങനെ ചോദിച്ചു. കഴിച്ചോ. ആ സമയത്ത് തന്നെ വിളിക്കാമെന്ന് കരുതിയതാ. പക്ഷെ നന്ദിനിയുടെ സ്വഭാവം അറിയാലോ. അതെ, അവൾ എന്തെങ്കിലും പറഞ്ഞ സീൻ വഷളാക്കും. അതുകൊണ്ടാണ് വിളിക്കാഞ്ഞത്. സാരമില്ല ഏട്ടത്തി, ഞാൻ ചെന്ന് കഴിക്കട്ടെ. ഇതാണല്ലോ ഇപ്പൊ എനിക്കും ശീലം എന്ന് പറഞ്ഞ് വേദ കിച്ചണിലേക്ക് ചെല്ലുകയാണ്. ചെന്നു നേരെ പാത്രമൊക്കെ ഇങ്ങനെ തുറന്നു നോക്കിയപ്പോ പാത്രത്തില് ഒന്നുമില്ല. അപ്പൊ വേദ അതിശയത്തോടെ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അപ്പൊ അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. ഇനി നാളത്തെ വിശേഷം ഇതിലും ഗംഭീരമാണ്. അപ്പൊ ഇനി വരുന്ന വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ വേദ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നുണ്ട് കേട്ടോ. ഒരു വമ്പൻ ട്വിസ്റ്റ് തന്നെയാണ് ഇനി സംഭവിക്കാൻ പോണത്. നമ്മുടെ വിക്രത്തിന്റെ നെട്ടോട്ടമൊക്കെ കാണാനായിട്ട് എല്ലാവരും കാത്തിരിക്കുക. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. തൊട്ടടുത്ത് ആ ബെൽ ബട്ടൺ കൂടെ ഒന്ന് ഞെക്കുകയാണെങ്കിൽ ഞാൻ ഇടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. പുതുപുത്തൻ വിശേഷമായിട്ട് എത്താം. ബൈ ആൻഡ് സീ യു അഗെയിൻ.